ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ശേഷം അവന്റെ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവന് ഒരു കോൾ വരുന്നത്. അവൻ ഭയപ്പെടുകയാണ്. എന്താ സംഭവിച്ചത് എന്നെല്ലാം ചോദിക്കുന്നു. അവൾ ചോദിച്ചു, എന്തുപറ്റി? അവൻ പറഞ്ഞു, എന്റെ കമ്പനികൾ ഫുൾ നഷ്ടത്തിലായി, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എനിക്ക് ലോൺ ഉണ്ടായതുകൊണ്ട് തന്നെ എന്റെ കാർഡുകളെല്ലാം ബാങ്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വെയിറ്റർ പണം ചോദിക്കുകയാണ്. അവൻ അവളോട് ചോദിക്കുകയാണ്, ഈ സമയത്ത് നീയൊന്ന് പണം കൊടുക്കാമോ? അവൾ ചോദിച്ചു, ഞാൻ എന്തിനു കൊടുക്കണം? നീ എന്താ കളിക്കുന്നത്? നീയല്ലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പോഴേക്കും മാനേജർ വന്നു പറയുകയാണ്, നിങ്ങൾ പണം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കേണ്ടിവരും. അവൾ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ, ഇവനല്ലേ ടേബിൾ ബുക്ക് ചെയ്തത്. അവൻ ഗേൾഫ്രണ്ടിനോട് പറഞ്ഞു, നീയൊന്ന് പണം കൊടുത്താൽ ഇവിടെ ഒരു പ്രശ്നവുമുണ്ടാവില്ല. ഞാൻ നിന്നെ ഇത്രയും കാലം നോക്കിയില്ലേ, ഇപ്പോൾ എനിക്ക് ചെറിയൊരു മോശം അവസ്ഥയിലാണ്, നീയൊന്ന് പണം കൊടുക്ക്. നീ എന്താണ് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാത്തത്? ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് തന്നെ നിനക്ക് പണമുണ്ടായതുകൊണ്ടാണ്. എന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിന്നിൽ നിന്നും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് നിന്നെപ്പോലെ ഒരു ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കാൻ കഴിയില്ല. അവിടെയുണ്ടായിരുന്ന വെയിറ്റർ പറഞ്ഞു, ഞാൻ ബിൽ കൊടുത്തോളാം. അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ചീത്ത സമയത്ത് ഒരാൾ പോലും കൂടെ നിൽക്കില്ല, നല്ല സമയത്ത് ഓരോരുത്തരും വന്ന് ഉള്ളതെല്ലാം കൊണ്ടുപോകും. അങ്ങനെ വെയിറ്റർ പണം നൽകാം എന്ന് മാനേജരോട് പറഞ്ഞു. അവൻ ചോദിച്ചു, എന്റെ കയ്യിൽ തിരിച്ചു തരാൻ പണമൊന്നുമില്ല. എത്ര രൂപയാണ് ഭക്ഷണത്തിനായത്? വെയിറ്റർ പറഞ്ഞു, 4000. ആ സമയം തന്നെ അവൻ പോക്കറ്റിൽ നിന്നും കുറച്ചധികം പണമെടുത്ത്, ഇതിൽ നിന്ന് കൊടുത്തോ, ബാക്കി നീ എടുത്തോ എന്ന് പറയുകയാണ്. പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന്? കുഴപ്പമില്ല, നീ വെച്ചോ, ഇത് ഞാൻ ചെയ്തത് ചിലരുടെ സ്വഭാവം മനസ്സിലാക്കാൻ മാത്രമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു നഷ്ടം വരണ്ട എന്നുവെച്ച് ചെക്ക് ചെയ്തതാണ്. അവൾ ചോദിച്ചു, നീ തമാശ കളിക്കുകയാണോ? അവൻ ദേഷ്യപ്പെട്ടു. നീ എന്റെ ജീവിതം വെച്ചല്ലേ കളിക്കാൻ നോക്കിയത്? ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതാണ്. ഒരു ഭാര്യയാവണമെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം. അവൾ പറഞ്ഞു, എനിക്കറിയാം നീ തമാശ പറയുകയാണെന്ന്, ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചതാണ്. കഴിഞ്ഞ 1 വർഷമായി നീ അഭിനയിക്കുകയല്ലേ, അതല്ലേ ഇന്നും സംഭവിച്ചത്? ഇങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല സിനിമ നടിയുമായിക്കൂടെ? അവിടെയുണ്ടായിരുന്ന വെയിറ്ററോട് അവൻ പറഞ്ഞു, നീ എന്നെ സഹായിച്ചതിന് നന്ദി, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സഹായിക്കാൻ മനസ്സ് കാട്ടിയതിന്. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ശരിക്കും ഇവൻ വിളിച്ചിട്ട് തന്നെയല്ലേ ഇവൾ ഇവിടെയൊക്കെ വന്നത്? ഇവൻ ചെയ്തത് മോശമല്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ പറയൂ.